ഹായ്, നമസ്കാരം. ഭരതനാട്യം ഭരതനാട്യം ടു മോഹിനിയാട്ടം നല്ല അടിപൊളി കലക്കം പടം, നല്ല രസമുള്ളൊരു പടം. എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ വളരെ ആസ്വദിച്ച് സുഖമായിട്ട് കണ്ടു തീർത്തൊരു സിനിമ. ഈ സിനിമയുടെ ആദ്യ ഭാഗം, അതിനെ കുറിച്ചിട്ട് പറയണം. ഭരതനാട്യം, ഭരതേട്ടന്റെ നാട്യങ്ങളല്ലോ ഭരതനാട്യം. ആ പടം തിയേറ്ററിൽ ഇറങ്ങിയ സമയത്ത് ചിങ്കിട്ടി ചിങ്കാലോ ജിങ്കുണ്ണി ജിങ്കിട്ടി ചിങ്കാണി എന്നുള്ള അവസ്ഥയായിരുന്നു. പ്രത്യേകിച്ച് കാര്യമായിട്ടുള്ള ചലനങ്ങളൊന്നും ഉണ്ടായില്ല. ഞാനാണെങ്കിലും തിയേറ്ററിലൊന്നും അല്ല പോയി കണ്ടത്, OTT വന്നപ്പോഴാണ് കണ്ടത്. OTTയിൽ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് മാത്രമല്ല, ഒരുപാട് ആൾക്കാർ തിയേറ്ററിൽ നിന്നൊന്നും അല്ല OTTയിൽ തന്നെയാണ് കണ്ടിരിക്കുന്നത്. സിനിമ ഒരുപാട് ആൾക്കാർക്ക് വർക്കായി. അങ്ങനെ ആ റെസ്പോൺസ് മനസ്സിലാക്കിയിട്ട് അവരിതാ ഇറക്കുന്ന ഒരു രണ്ടാം ഭാഗം. സൈജു ഗ്രൂപ്പ് കോൾ അടിക്കോ? എന്താ വാട്ടി? കോൾ അടിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അടിക്കണം എന്ന് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു ആസ് എ പ്രേക്ഷകൻ. കാരണം ഇങ്ങനെയുള്ള പടങ്ങൾ രസാടോ. ഇതൊക്കെ ഇങ്ങനെയുള്ള പടങ്ങളും കൂടി വരണം ആക്റ്റീവായിട്ട്. കാരണം ഡാർക്ക് പരിപാടിയാ. ഈ പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന്റെ അകത്തൊരു ക്രൈം നടക്കും. ആ ക്രൈം നടന്നതിന് ശേഷം പിന്നെ ഒരു പോക്കാണ്. അതായത് നിങ്ങൾക്കറിയാലോ, ഡാർക്ക് ഹ്യൂമർ പരിപാടി. ഇത് ഇഷ്ടപ്പെടുന്ന ആളുകൾ, ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് മസ്റ്റ് വാച്ച. ഒരു തരത്തിലും നിങ്ങളെ നിരാശപ്പെടുത്തൂല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോ, പോവുക, കാണുക, ആസ്വദിക്കുക, വരിക. നല്ല കേടിലം പടം. ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ എന്തായാലും തുറന്നു പറയാലോ, പ്രതീക്ഷയോടുകൂടി തന്നെയാണ് പോയി കണ്ടത്. കാരണം ഞാൻ മറ്റേ പടം തിയേറ്ററിൽ നിന്ന് മിസ്സാക്കി. അതിന്റെ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രസമുള്ള ഒരു പടം, രസം എന്നുള്ള വാക്കാണ് ഞാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത്. ഭരതനാട്യം നല്ല രസമുള്ളൊരു നല്ല പടാ. അത് OTT കണ്ട് ഇഷ്ടപ്പെട്ടു, പാവങ്ങൾ അത് തിയേറ്ററിൽ ഇറക്കി പൊട്ടി. അപ്പൊ അവര് എന്താ, ആളുകളുടെ റെസ്പോൺസ് ഒക്കെ വിശ്വസിച്ചിട്ട് അടുത്തൊരു ഭാഗം കൊണ്ട് വരുന്ന സമയത്ത് അവര് ജെനുവിൻ അപ്രോച്ച് ആയിരിക്കും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ പോയി കണ്ടതാ. എന്തായാലും ഇതൊരു തിയേറ്റർ സ്റ്റഫായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. എല്ലാ രീതിയിലും ഒരു ജെനുവിൻ അപ്രോച്ച്. എന്തായാലും ഇത് ഗംഭീരമാണ്, ഗംഭീര സിനിമ എല്ലാ രീതിയിലും. ഇത് എന്താണ്, ഇപ്പൊ ബുക്ക് മൈ ഷോയിൽ ഞാൻ നോക്കിയ സമയത്ത് ഭയങ്കര ബുക്കിംഗ് ഒന്നും ഇപ്പോഴും കാണുന്നില്ല. മേ ബി ഒരുപാട് ആൾക്കാർ കണ്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ മൗത്ത് പബ്ലിസിറ്റിയും ഇനി റിവ്യൂ ചെയ്യുന്ന ആളുകൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് അവര് ഗംഭീരം എന്നുള്ള അഭിപ്രായമൊക്കെ പറയുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ആൾക്കയറ്റം ഉണ്ടാവും. എന്തായാലും ഫൈജു കുറുപ്പിന്റെ കേസ്, മൂപ്പർക്ക് കഴിഞ്ഞ പടം അങ്ങനെ വർക്ക് ആവാത്തതുകൊണ്ടേ, അതായത് ഭരതനാട്യം തിയേറ്ററിൽ ഇറക്കി അങ്ങനെ വർക്ക് ആവാത്തതുകൊണ്ട് മൂപ്പർക്ക് ഭയങ്കരമായ മാനസിക സമ്മർദ്ദവും വിഷമവും ഒക്കെ ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ആ ഒരു ക്ഷീണം ഇതില് മാറിയിട്ടുണ്ട്, 100% മാറിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് അങ്ങനെ വിശ്വസിക്കാനാണ് ഇഷ്ടം. കാരണം ഞാൻ ആസ് എ പ്രേക്ഷകൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. എനിക്ക് ഭയങ്കരമായിട്ട് പടം വർക്കായി. ആൻഡ് ഭരതനാട്യം വർക്കായ ആൾക്കാർക്ക് ഇതും പോയി കണ്ടു കഴിഞ്ഞാൽ വർക്കാവും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടെന്നേ, എന്ത് രസമായിട്ടാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അടിപൊളി. ഇതിന്റെ അകത്തുള്ള പെർഫോമൻസിനെ കുറിച്ചിട്ട് എടുത്തു പറയണം. എല്ലാവരും, കാസ്റ്റിംഗിലുള്ള എല്ലാ ആൾക്കാരും ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ആരെയും മിസ്സായി പോകണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ഇതിന്റെ അകത്ത് ബുക്ക് മൈ ഷോ ഓപ്പൺ ആക്കി വെച്ചിരിക്കുക. എന്താ പറയാ, ഫൈജു കുറുപ്പ് ഓഫ് കോഴ്സ്. ഫൈജു കുറുപ്പിന്റെ കേസ് പറയുകയാണെങ്കിൽ നല്ല ക്യാരക്ടർ കേട്ടോ. ഭരതനാട്യത്തിൽ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടതാ. അയാളുടെ ഫാമിലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അയാളുടെ ഫാമിലി നൈസ് നൈസ്, അടിപൊളി പെർഫോമൻസ് വരുന്നു മൂപ്പര്. പിന്നെ എന്താ, സുരാജ് വെഞ്ഞാറമൂട് ഇതിന്റെ അകത്ത് ഒരുപാടൊന്നുമില്ല, പക്ഷെ കൊടുത്ത സാധനം മൂപ്പര് അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അതായത് കോമഡി അല്ല, ഒരു ഒരു നെഗ് സാധനം തന്നെയാണ്. പക്ഷെ നല്ല ഇതിലകത്ത് ഡാർക്ക് പരിപാടിയാണല്ലോ. ഒരു ചെറിയ രസമാണ്. മൂപ്പരുടെ ക്യാരക്ടർ നൈസാണ്, മൂപ്പര് ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ബേബി ജീൻ, ബേബി കുട്ട, ബേബി ജീന് കിടിലട്ടോ. ഗംഭീരം, ഗംഭീര പെർഫോമൻസ് ആണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മൂപ്പരുടെ ഡയലോഗ് ഡെലിവറിയും മൂപ്പരുടെ കുറെ എക്സ്പ്രഷനും പരിപാടികളൊക്കെ ഉണ്ട്. അടിപൊളിയാണ്. മൂപ്പരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതാണ്, ഇതിന്റെ അകത്ത് ആരും തള്ളി പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ മാറ്റി നിർത്താൻ പറ്റില്ല. എല്ലാവരും ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിരിക്കുകയാണ്. പിന്നെ വിനയ് ഫോർട്ട് ലാസ്റ്റ് വരുന്നുണ്ട്, മൂപ്പരും ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ജഗദീഷ് ചേട്ടൻ, ജഗദീഷ് ചേട്ടന്റെ ക്യാരക്ടർ ഇതിന്റെ അകത്ത് ലാസ്റ്റ് ഞാൻ പറയും, മൂപ്പരുടെ മോള് മിസ്സിങ് ആവും. ലാസ്റ്റ് ഒരു സംഭവം ഉണ്ട്, ചേട്ടന്റെ സംഗതിയാണ്. മൂപ്പര് കാര്യമായിട്ട് ഇതിന്റെ ഒരു ആ ക്രൈമിന്റെ ഭാഗമായിട്ട് മൂപ്പരും വരും. അതിനുശേഷം മൂപ്പരുടെ ഒരു സാധനമൊക്കെ ഉണ്ട്. അത് രസമാണ്, നിങ്ങൾ കണ്ടു നോക്കിയാൽ മനസ്സിലാവും. ഞാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് സ്പോയിലർ ആക്കുന്നില്ല. പിന്നെ കലാരഞ്ജിനി ചേച്ചി പൊളിയാട്ടോ. അത് ഞാൻ മറ്റേ
എന്താണ് ഭരതനാട്യത്തിലാണെന്നുണ്ടെങ്കിലും അവര് എന്താണ് ശ്രദ്ധിച്ചതാണ്. അവര് ഒരു ഓൾറെഡി കിടിലൻ നടിയാണ്. അതിന്റെ അകത്ത് നൈസ്, ഇതിന്റെ അകത്താണെങ്കിലും കിടു ഇവര് നൈസാണ്, വളരെ നൈസായിട്ട് ഇതിന്റെ അകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ അഭിരാം രാധാകൃഷ്ണൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. മൂപ്പരുടെ ഒരു ഫണ്ണി ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആട്ടോ മൂപ്പരുടെ. അതായത് മൂപ്പരൊക്കെ കേറി വരണം. കുറെ സിനിമകളിലുണ്ട് മൂപ്പര് ആക്ച്വലി നല്ല ആക്ടറാ. ഇതിന്റെ അകത്താണെങ്കിലും മൂപ്പര് നൈസായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ സ്വാതിദാസ് പ്രഭു അടിപൊളിയായിട്ടുണ്ട്. ശ്രീജ രവി, അതേപോലെ ശ്രുതി സുരേഷ്, പിന്നെ വേറൊരു നടി കൂടി ഇതിന്റെ അകത്ത് ആക്ച്വലി ഉണ്ട്. പിന്നെ നന്ദു പൊതുവാള്, എല്ലാവരും ആരെയും നമ്മൾ ഇതിന്റെ അകത്ത് പെർഫോമൻസിന്റെ കാര്യത്തിൽ ആരെയും വിട്ടുപോകാൻ വേണ്ടി പാടില്ല. പേര് പറയുന്ന കേസിൽ എല്ലാവരും നല്ല കാസ്റ്റിംഗ് ആണ്. എല്ലാവരും നൈസായിട്ട് ഇതിന്റെ അകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. പെർഫോമൻസ് ഈ പടത്തിന്റെ അകത്ത് പെർഫോമൻസ്, കാസ്റ്റിംഗ് ഒക്കെ പൊളിയാണ്. ആൻഡ് കിടിലൻ സിനിമ, കിടിലൻ സിനിമ, കിടിലൻ സിനിമ എന്ന് പറഞ്ഞാൽ കിടിലൻ സിനിമ. ടോട്ടലി സാറ്റിസ്ഫൈഡ് ഫോർ ഭരതനാട്യം 2 മോഹിനിയാട്ടം. ഇനി മോഹിനിയാട്ടം 2 കുച്ചിപ്പുടി ആട്ടം എന്ന് പറഞ്ഞ് ഇറക്കി കഴിഞ്ഞാലും ഞാൻ കാണാൻ റെഡിയാണ്. കാരണം നല്ല ജെനുവിൻ ആയിട്ടുള്ള എഴുത്തും ജെനുവിൻ ആയിട്ടുള്ള അപ്രോച്ചും ഒക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നന്നാകും. ആളുകളാണെങ്കിലും ഏറ്റെടുക്കും. സീരിയസ്ലി അതാണ്. മോശമായ നല്ലൊരു ക്രാഫ്റ്റ് ആണെങ്കിൽ പിന്തള്ളപ്പെടില്ല. നല്ലൊരു ക്രാഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ എവിടുന്നാണെങ്കിലും പൊങ്ങി വരും, എവിടുന്നാണെങ്കിലും ആത്മവിശ്വാസം വരും പൊക്കിയെടുത്തോണ്ട് വരാൻ. അത് നല്ല ക്രാഫ്റ്റിന്റെ ഗുണമാണ്. ഇപ്പൊ ആടാണ് ഇവരുടെ ഇൻസ്പിറേഷൻ കേട്ടോ. അതായത് ഇവർ തുടക്കം തന്നെ അത് എന്താണ് നിതിൻ മാനുവലിന്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടൊക്കെയാണ് കാണിച്ചിട്ടൊക്കെയാണ്. ആക്ച്വലി കറക്റ്റ് ആണ്. ആട് ഫസ്റ്റ് ഇറങ്ങി, അത് പൊട്ടി പാളീസായി പോയി, പണ്ടറടങ്ങിപ്പോയി. അതിനുശേഷമാണ് ആൾക്കാർക്ക് കണ്ടിട്ട് ആ പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും അങ്ങനെ ആൾക്കാരുടെ റെസ്പോൺസ് മനസ്സിലാക്കിയിട്ടൊക്കെയാണ് 2ഉം എന്താ പറയാ 3ഉം ഒക്കെ വന്നത്. അങ്ങനെ എല്ലാം ഹിറ്റായി, എല്ലാം ഗംഭീരായി. ആദ്യത്തെ പൊട്ടലിന്റെ ക്ഷീണം ഡബിൾ ആയിട്ട് അങ്ങോട്ട് അവര് മാറ്റി. 3 ഇറങ്ങിയപ്പോ സ്റ്റിൽ റണ്ണിങ് നൈസ്ലി. അപ്പൊ അത് ഇൻസ്പിറേഷനായി കണ്ടിട്ടാണ് ഇത് ഇറക്കിക്കൊണ്ടുവരുന്നത്. ഭരതനാട്യം ആദ്യത്തെ ഒരു പൊട്ടലിന്റെ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇത് ഇറക്കുന്നത്. അപ്പൊ അത് ജെനുവിൻ ആയിട്ടുള്ള എഫേർട്ടും ആക്ച്വലി ഉണ്ട്. അപ്പം നല്ല പടം, നൈസ് ആയിട്ടുള്ള ഒരു നല്ല നല്ല നൈസ് ആയിട്ടുള്ള ഒരു പടം. മനസ്സിലായോ? നൈസ് ആയിട്ടുള്ള പടം. ഇങ്ങനത്തെ എനിക്കിഷ്ടമാണ് ഡാർക്ക് ഹ്യൂമർ പരിപാടികളൊക്കെ എനിക്ക് ആക്ച്വലി ഇഷ്ടമാണ്. അതാ പറഞ്ഞത്, ഇതിനകത്തൊരു ക്രൈം നടക്കുന്നു. പിന്നെ ക്രൈം നടന്നതിന് ശേഷം പിന്നെ അവിടെ നിങ്ങള് രസകരമായിട്ട് കോമഡി ആയിട്ടുള്ള ട്രാക്കിലാണ് പോണത്. അവിടെ ഓരോരുത്തരുടെ പെർഫോമൻസ് പരിപാടികളൊക്കെ നൈസാണ്. അപ്പൊ ഇങ്ങനത്തെ പരിപാടികളെയൊക്കെ ഞാൻ ഇവിടെ പ്രോത്സാഹിപ്പിക്കണം എന്നേ പറയുള്ളൂ കേട്ടോ. കാരണം എനിക്ക് നെൽസന്റെ സെറ്റപ്പ് ഭയങ്കര ഇഷ്ടമാണ്. നെൽസൺ ദിലീപ് കുമാർ മൂപ്പര് ഡാർക്ക് ഹ്യൂമറിന്റെ ആളാണ്. എനിക്ക് ഡോക്ടറൊക്കെ വർക്കായ പടങ്ങളാണ് മൂപ്പരുടെ. നയൻതാരയുടെ വെച്ചിട്ടുള്ള കൊലമാവ്, കോകില ഒക്കെ എനിക്ക് വർക്കായ സിനിമകളാണ്. എനിക്ക് ഡാർക്ക് ഹ്യൂമർ പരിപാടി ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇവിടെയും ഇങ്ങനത്തെ പടങ്ങൾ വരുന്ന സമയത്ത് ഐ വുഡ് ലൈക്ക് ടു അപ്രിഷിയേറ്റ് ആൻഡ് ഐ വുഡ് ലൈക്ക് ടു എൻകറേജ് ദാറ്റ് കൈൻഡ് ഓഫ് മൂവീസ് ആൻഡ് ഐ വിഷ് ദാറ്റ് കൈൻഡ് ഓഫ് മൂവീസ് ഷുഡ് ബി എന്താ പറയാ വീണ്ടും വരണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. സോ വരട്ടെ, ഇനിയും വരുന്നു വിശ്വസിക്കുന്നു. സോ ഗംഭീര പടം. ബാക്കിയുള്ള ആൾക്കാരുടെ കാര്യമൊന്നും എനിക്കറിയില്ല. എനിക്ക് ഭയങ്കരമായിട്ട് സിനിമ വർക്കായിട്ടുണ്ട്. ഗംഭീര പടം, ഗംഭീര കിട്ടുന്ന രസകരമായ ഉഷാർ പടം. അപ്പൊ ചാനല് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെല്ലൈക്കൺ അടിക്കൂ, വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യൂ. പിന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതുകൂടി അടിച്ചു വിടാ, തൂഫാനാക്കി തട്ടി.